ജയിച്ചവരെല്ലാവരും എന്താ പറയണ്ടേ, എന്നെ സപ്പോർട്ട് ചെയ്തവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും. നമ്മൾ വിശ്വസിക്കുന്നത് മാത്രം ശരിയെന്ന് ശാഠ്യം പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്പർ എടുത്തിട്ട് ആരും വിളിച്ചിട്ട് ചീത്ത പറയോ? ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. മെസ്സേജ് മാത്രം വന്നു, കള്ളി ചപ്പാത്തി കള്ളി, പിന്നെ അനീഷിന്റെ കപ്പെടുത്തോണ്ട് പോയവള്, അങ്ങനെ എന്തൊരു മെസ്സേജ് മാത്രം വന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം. ഉറക്കത്തിന് എണീറ്റിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൈക്കൊക്കെ എടുത്ത് നോക്കാറുണ്ട്. നാളെ മുതൽ തുടങ്ങുന്നത് ഫസ്റ്റ് ഞാൻ കോഴിക്കോടാണ്. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ലേ ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. ഒരുപാട് പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ ഒരുപാട് പേര് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു PR കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് അനുഭവം ഒരിക്കലും പറ്റത്തില്ല. ഇതൊക്കെ എന്ത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാരും അങ്ങനെ ജയിച്ചു വിടാൻ പറ്റുമല്ലോ. 100% എഫേർട്ട്. പിന്നെ നിങ്ങൾ കാണുന്നവർക്ക് അറിയാലോ. പറഞ്ഞു കുളോക്കണ്ട. അപ്പൊ കരയുന്നതൊക്കെ ഇമോഷണൽ മൊമെന്റ്സ്. ഇത് ഭയങ്കര അത്ഭുതം തന്നെ. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഒന്നുമില്ല, സിനിമ ചെയ്യണം ഏറ്റവും വലിയ ആഗ്രഹം. സമ്മതിച്ചു സാറേ.